നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ അമൽ. ഒരു തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതേയുള്ളൂ. പഴയൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കുകയാണ്. കേരളം ഉണ്ടാകുന്നതിന് മുൻപ് 1951 നടന്ന മദ്രാസ് സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പ്. അന്ന് നമ്മുടെ മലബാർ മദിരാശിയുടെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ CH കണാരനും അന്നത്തെ പ്രജാ പാർട്ടിയുടെ ഒരു നേതാവും കൂടി ഒരു ദളിത് പ്രവർത്തകന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചു, കൈ കഴുകി വന്നപ്പോൾ ആ ഗ്രഹനാഥൻ ഇരുവർക്കും കൈ തുടയ്ക്കാനായി നിറം മങ്ങിയ ഒരു തോർത്ത് നൽകി. CH കണാരൻ അത് വാങ്ങി കൈ തുടച്ചു. പക്ഷെ ഒപ്പമുണ്ടായിരുന്ന നേതാവ് അത് വാങ്ങാതെ ഉടുത്ത മുണ്ടിന്റെ അറ്റം കൊണ്ട് കൈയും മുഖവും തുടച്ചു. അവരവിടെ നിന്ന് ഇറങ്ങി പോകും വഴി CH ആ പ്രജാ പാർട്ടി നേതാവിനോട് പറഞ്ഞു, താങ്കൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അയാൾക്ക് നമുക്ക് തന്ന ആ നിറം മങ്ങിയ തോർത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടുറുമാലാണ്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. സാമ്പത്തിക മേധാവിത്വവും രാഷ്ട്രീയ അധികാരവും എല്ലാം മേൽത്തട്ടിലെ മനുഷ്യരുടെ മാത്രം കുത്തകയായിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ സുന്ദര സുരഭില ജനാധിപത്യ കാലത്തേക്ക് എത്താൻ നമുക്ക് മുന്നേ നടന്നവർ ഒരുപാട് പോരടിച്ചിട്ടുണ്ട്. ആ പോരാട്ടങ്ങളെ റദ്ദു ചെയ്യുന്നതാകരുത് നമ്മുടെ പുതിയ കാലത്തെ നയിക്കുന്നവരുടെ വാക്കും പ്രവൃത്തിയും. ജാതിവാൽ നീട്ടിപ്പിടിക്കുന്നതിലല്ല, ജനതയുടെ നേര് കാക്കുന്നതിലാണ് നേതാക്കന്മാർക്ക് അഭിമാനം തോന്നേണ്ടത്. തുടങ്ങാം. പൊതുജനം കഴുതിയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതി. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ 4 മണിക്കൂർ സമയം കൊണ്ടെത്താവുന്ന അർദ്ധ അതിവേഗ പാത, സിൽവർ ലൈൻ. പക്ഷേ പാരിസ്ഥിതിക ആശങ്കകൾക്കും കിടപ്പാടം നഷ്ടപ്പെടുമെന്ന പൊതുജനത്തിന്റെ ഭയത്തിനും വ്യക്തമായ മറുപടി നൽകാതെയാണ് അന്നത്തെ സർക്കാർ മുന്നോട്ട് പോയത്. നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ ജനം തെരുവിലിറങ്ങിയപ്പോൾ പദ്ധതി എങ്ങും എത്താതെ പോയി. LDF സർക്കാർ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്ന സിൽവർ ലൈൻ ഇന്ന് പുതിയ UDF സർക്കാർ റദ്ദാക്കി. വലിയ ആശ്വാസത്തിലാണ് കേരളിനെതിരെ സമരം നടത്തിയ നാടും പോരാടിയ മനുഷ്യരും. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരയിൽ വരില്ല കേട്ടോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 530 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാനാകും വിധമുള്ള ഒരു അർദ്ധ അതിവേഗ റെയിൽ പാത. ഇതാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി. പ്രതിഷേധങ്ങളും സമരങ്ങളും അവഗണിച്ച് വീണ്ടും ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാർ മുന്നോട്ടു പോയി. പിന്നെയും വിവിധയിടങ്ങളിൽ മഞ്ഞക്കുറ്റികൾ പൊന്തി വന്നു. ജനകീയ പ്രക്ഷോഭങ്ങളോട് മുഖം തിരിച്ച മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെ: ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സിൽവർ ലൈനുമായി മുന്നോട്ടു പോയ പിണറായി സർക്കാരിനെതിരെ ജനം വിധിയെഴുതി. പദ്ധതിക്കെതിരെ നിലകൊണ്ട UDF സർക്കാർ അധികാരത്തിലുമെത്തി. പിന്നാലെ LDF സർക്കാർ അഭിമാന പദ്ധതിയായി കണ്ട സിൽവർ ലൈനിനെ റദ്ദ് ചെയ്ത് UDF സർക്കാർ. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ റദ്ദാക്കുമെന്നും സമരത്തിനെതിരായ കേസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജനം ഏറ്റെടുത്തത് ആഘോഷത്തോടെ. ഇതിനിടയിൽ സമരം അവസാനിപ്പിച്ച വിവിധ ജില്ലകളിലെ സമരസമിതി നേതാക്കന്മാർക്ക് പറയാനുള്ളത് ത്യാഗത്തിന്റെ കഥകളാണ്. 1990 ദിവസം ഞങ്ങളുടെ നെഞ്ചിൻ്റെ അകത്തൊരു കനലെരിയുകയായിരുന്നു. ആ കനലിനൊരു ആശ്വാസം ഞങ്ങൾ ഇന്നലെ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അത് കിട്ടിയൊരു ആശ്വാസമുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമരമാണ് കേരളത്തിലുടനീളം അലയടിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ തെരുവിലിറങ്ങിയ സമരം. അതുകൊണ്ട് തന്നെ ഈ വിജയം ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മണിമലയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. സാധാരണക്കാരന്റെ നടുവൊടിച്ച മിൽമ പാലിന് വില കൂട്ടിയിരിക്കുകയാണ്. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ജൂൺ 1 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും. ഗ്യാസിനും പെട്രോളിനുമൊപ്പം പാലിന്റെ വില കൂടി വർദ്ധിപ്പിച്ചത് വലിയ തിരിച്ചടിയാണ് ജനങ്ങൾക്ക്. അതേസമയം
വേനൽ കടുത്തതോടെ കന്നുകാലി പരിപാലനം പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് ഈ വില വർധന ആശ്വാസമാകും. 4 വർഷങ്ങൾക്കിപ്പുറം 4 മാസത്തോളം നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഏറെ നാളത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചത്. 4 രൂപയാണ് ഇന്ന് മിൽമ ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. കർഷകരുടെ പ്രസ്ഥാനമായ മിൽമ ഞങ്ങൾ ഒരുമിച്ച് ഭരണസമിതി എടുക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായും കൺസ്യൂമേഴ്സിന് സഹായകമായും അവരെ വിശ്വാസത്തിലെടുത്തും മുന്നോട്ട് പോകാൻ പറ്റാവുന്ന തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 54 രൂപയാകും. 50 രൂപയുള്ളത് അതിൻ്റെ ഹോമജനൈസ്ഡ് മിൽക്ക് ഉണ്ട്, അത് 52 രൂപയാണ്, അത് 56 രൂപയാകും. ജൂൺ 1 മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരും. ഇതോടെ മിൽമ പാലിന്റെ വില ലിറ്ററിന് 56 രൂപയാകും. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കാരണം നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റേതാണ് തീരുമാനമെങ്കിലും പുതിയ സർക്കാരും വില വർധനവിന് സമ്മതം മൂളി. ധൈര്യമായി മുന്നോട്ടു പോകാനായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശം. നേരത്തെ തന്നെ പാൽ വില കൂട്ടാൻ പഴയ സർക്കാരുമായിട്ട് ഒരു ധാരണയിലെത്തുകയും അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം പാൽവില വർധനവ് തീരുമാനിക്കാം എന്ന് പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് നമ്മൾ അദ്ദേഹത്തെ രാവിലെ കാണുകയും പാൽവില വർധനവ് നടപ്പിലാക്കുന്നതിന് ഒരു പ്രയാസമില്ല, നിങ്ങളത് തീരുമാനം എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് പഴയ തീരുമാനമാണെങ്കിലും പുതിയ മുഖ്യമന്ത്രിയുടെ തന്നെ അനുവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ധാരണ തന്നിട്ടുണ്ട്. ക്ഷീരകർഷകരുടെ ദുരിതം മനസ്സിലാക്കിയാണ് വില വർധനവ്. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിച്ചതും വില വർധനവിന് കാരണമായി. എന്നാൽ മിൽമയുടെ നടപടി ചായക്കച്ചവടക്കാരുടെ അടക്കം വയറ്റത്തടിക്കുന്ന നിലപാടെന്നാണ് പൊതുജനങ്ങളുടെ പ്രതികരണം. പാലിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അന്നോളം ഇങ്ങനെ തന്നെ ഗ്യാസ് കൂട്ടിയതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ കാലം കൂടി കൂട്ടുമ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അവർ നേരത്തെ തീരുമാനിച്ച് പാലിൻ്റെ വില വർദ്ധിപ്പിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. ചായക്ക് 10 ആയിരുന്നു, ഇപ്പം 12 ആക്കി. പാലിന് വില വർദ്ധിച്ചത് വലിയ നഷ്ടമാണ്. കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ 2-3 ചായയൊക്കെ കുടിക്കും. പാലിന് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ 2 പേർ പാല് വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനും പൈസയാവും, ചായ കുടിക്കുന്നതിനും പൈസയാവും. അത് ബുദ്ധിമുട്ടാണ്. പുതുക്കിയ വർധനപ്രകാരമുള്ള തുകയിൽ 83.75% വിഹിതം ക്ഷീരകർഷകർക്ക് ലഭിക്കും. 6.25% വീതം സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 0.75% ക്ഷേമനിധിയിലേക്കും മാറ്റിവെക്കും. 0.5% പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ പ്രക്രിയകൾക്ക് നൽകാനാണ് തീരുമാനം. പാലിന് വില കൂട്ടുന്നതോടെ മിൽമ പുറത്തിറക്കുന്ന പാലുൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില കൂടും. ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. ഇത് വില വർധനവിൻ്റെ കാലമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചു, ഒപ്പം പാചകവാതകത്തിൻ്റെയും. എന്തായാലും മിൽമ പാലിൻ്റെ വില വർദ്ധിപ്പിച്ചത് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനാണെന്നുള്ള ഒരാശ്വാസം മാത്രമാണ് ബാക്കി. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പാൽവിലയിൽ ഉണ്ടായിരിക്കുന്ന ഈ വർധന ചെറുകിട കച്ചവടക്കാർക്കുൾപ്പെടെ വലിയ തിരിച്ചടിയാണ്. കാണാം അത്തരത്തിൽ കച്ചവടക്കാരുടെ അടക്കം ചില പ്രതികരണങ്ങൾ. കച്ചവടത്തെ ബാധിക്കും എന്ന് പറയുന്ന മാതിരി തന്നെ കച്ചവടം ചെയ്യുന്ന അവസരത്തിൽ നമ്മളെ ജോലിക്കാർ അവർക്കൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പീഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയും പൂട്ടേണ്ടതായിട്ടുള്ള അവസ്ഥയും വരും. മിൽമാപ്പാലിൻ്റെ വിലയും ഇതേപോലെ കൂടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ 12 രൂപയ്ക്കാണ് ഞങ്ങൾ ചായ വെക്കുന്നത്. ഒരുവിധ സ്ഥലത്തൊക്കെ 15, 18, 20 ആയിക്കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ അതിൻ്റെ അപ്പുറം. കാരണം 10 രൂപയ്ക്കാണ് ഞങ്ങൾ ചായ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഇത് ദീപശിഖ കത്തണ മൈതി കത്തിക്കൊണ്ടിരിക്കുക. മണിക്കൂറിൽ 3-4 ചായയാണ് പോവുക. അപ്പോൾ റെഗുലറായിട്ട് ചായയൊക്കെ പോവുകയാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും വിഷമത്തിലാണ്. പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഗ്യാസിന് 2000 രൂപ കൂടി, പാലിന് വില കൂടി, എല്ലാത്തിനും വില കൂടുക. ഒരു നിലക്ക് ഹോട്ടലുകാർക്കൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും പരിതാപത്തിലാണ് കാര്യങ്ങൾ. വാടക കാര്യങ്ങൾ ഒന്നും ഒപ്പിച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എല്ലാ ഹോട്ടലുകാരും. ഹോട്ടലുകാരിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം സമരം ചെയ്ത് എല്ലാ ഹോട്ടലും അടിച്ചിട്ടൊക്കെ ചെയ്ത് അതിനൊന്നും ഒരു ഇതും ഇതുവരെ കിട്ടിയിട്ടില്ല. കച്ചവടത്തിൽ ബാധിക്കും, ചെറിയൊരു ചാർജ് വർദ്ധിപ്പിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ചെയ്ത പോലെ തന്നെ ചെയ്യും, അത്രേ ഉള്ളൂ. കച്ചവടത്തിന് നന്നായിട്ട് ബാധിക്കും. ഒന്നാമത് ഗ്യാസിനും കൂടി വില കൂടിയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി പാലിനും കൂടി വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാധിക്കും. ചായക്ക് വില കൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് കടക്കും. പിന്നെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ
കസ്റ്റമറും കുറയും. 100% ബാധിക്കും. ഗ്യാസിനിപ്പം 3118 രൂപയായി. അതുപോലെ പാലിനിപ്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതും ഞങ്ങൾക്ക് ബാധിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് വില അധികം കൂട്ടാനും പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഡെയിലി കസ്റ്റമറാണ് വരുന്നത്. അങ്ങനെ തൊട്ടടുത്തൊക്കെ ഒരു 3-4 ഷോപ്പുകളുണ്ട്. തൊട്ടടുത്ത് അപ്പുറം 2 ഷോപ്പ് വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ബാധിക്കും, ഞങ്ങൾ കച്ചവടത്തിന് ബാധിക്കും. ഇപ്പം നഷ്ടത്തിലാണ് ഹോട്ടൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാൽവില വർധനയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ ബീനാ ജയൻ പറയുന്നു, പാലിന് വില കൂടി, ഗ്യാസിന് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു, ഡീസലിനും വില കൂടുന്നു, ഹോട്ടൽ ഫുഡ് വില കൂടുന്നു, സ്വർണ്ണ വില കൂടുന്നു. ഇനി കൂടാൻ എന്താണ് ബാക്കിയുള്ളതെന്നാണ് ബീനാ ജയൻ ചോദിക്കുന്നത്. ഒപ്പം രവികുമാറിന്റെ ആശങ്ക, ഗ്യാസ് വില കൂട്ടിയപ്പോൾ തന്നെ ചായക്ക് 15 രൂപയായി, ഇനിയും ആ ചായക്ക് വില കൂടും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നു, ബാക്കിയുള്ള എന്ത് സാധനത്തിനും വില കൂടിയാൽ ആർക്കും പ്രശ്നമില്ല, പാലിന് വില കൂടിയാൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്തായാലും മറ്റു ചില റിപ്പോർട്ടുകളിൽ കൂടി നമുക്ക് പോകാം. കാലങ്ങളായി സംഘർഷത്തിൽ കലാശിക്കുന്ന എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ നടപടി ഇന്ന് അത്യന്തം നാടകീയമായിരുന്നു. ആത്മഹത്യാ ഭീഷണി വരെ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ സർക്കാർ ഇടപെടലിൽ താൽക്കാലിക വിരാമമുണ്ടായിരിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചെന്ന അഭിഭാഷക കമ്മീഷനും കുടി ഒഴിപ്പിക്കൽ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാരും പ്രഖ്യാപിക്കുമ്പോൾ കോടതി ഉത്തരവും സർക്കാരിന്റെ തുടർ നീക്കങ്ങളും ചർച്ചയാവും. രാവിലെ 10:30 അഡ്വക്കേറ്റ് ജയപാലൻ കമ്മീഷൻ സ്ഥലത്തെത്തി. ഒപ്പം വൻ പോലീസ് സന്നാഹം. പാരിയത്തുകാവിലെ 8 പട്ടികജാതി കുടുംബങ്ങളും CPIM നേതാവും കമ്മീഷനെ തടഞ്ഞു. പലതവണ വാക്കേറ്റമുണ്ടായെങ്കിലും ഉച്ചവരെ സ്ഥിതിഗതികൾ ശാന്തം. ഉച്ചയ്ക്ക് 2:30 പോലീസ് സമരപ്പന്തലിലേക്ക് ഇരച്ചുകയറി. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. 15ാം തവണയാണ് കോടതി ഉത്തരവ് നടപ്പാക്കാൻ കമ്മീഷനെത്തുന്നത്. 14 തവണയും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് മടങ്ങി. ഇതുവരെയും സമാധാനപരമായിരുന്ന പോലീസിന്റെ ഇടപെടൽ ഇന്ന് അക്രമാസക്തമായി. സ്ത്രീകളെ പുരുഷ പോലീസുകാർ വലിച്ചിഴച്ചെന്നും വൃദ്ധരായ രോഗികളെ പോലും വെറുതെ വിട്ടില്ലെന്നും നാട്ടുകാർ. ഞങ്ങളുടെ കടക്കം പടം കെട്ടണം, ഞങ്ങൾക്ക് ഇവിടെ നിർത്തി പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല. ഏത് വക്കീലാണ്? ആ വക്കീല് കള്ളത്തരം കാണിച്ചിട്ടല്ല അടുക്കള വസ്തു വന്നു നോട്ടീസ് ഓടിക്കുന്നത്. നല്ല വക്കീലാണ് ഫ്രണ്ടിലേ വരുള്ളൂ, അടുക്കള വസ്തു വരൂല. ഇവരൊക്കെ അവർക്ക് അറിയാൻ പാടില്ല, അവർക്ക് സ്ഥലം അറിയാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഈ പോലീസ് ഇവര് കൂട്ടിക്കുന്നത്? ഈ കള്ളത്തരത്തിൽ കൂട്ടിക്കണല്ലേ? ഞങ്ങൾ പുറമൊക്കെ മുമ്പിലാകരുത്, ഞങ്ങൾ ആരും തല കഴിഞ്ഞിട്ടില്ല. ഈ അർജനങ്ങളെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ആക്കിയിട്ട് വേണം അവരത് പൊളിക്കാൻ നോക്കാൻ. ഞങ്ങൾ പോകാൻ തയ്യാറാ. ഞങ്ങൾ അന്ന് എന്തൊരു വാക്ക പറയണേ, ഈ മാതിരി ഇണങ്ങാറാക്കണം ഞങ്ങൾ ഈ കിച്ചറിയില്ലാത്ത പിള്ളേരൊക്കെ ഇട്ട്. സംവിധാനം തന്നാ മതി. ഞങ്ങൾക്ക് 10-12 സെന്റ് സ്ഥലം തന്ന് ഞങ്ങളൊരു വീടും വെച്ച് തന്നാ മതി. കമ്മീഷന് വ്യക്തി താൽപര്യങ്ങളുണ്ടെന്ന സമരക്കാരുടെ ആരോപണം നിഷേധിച്ച അഡ്വക്കേറ്റ് ജയപാലൻ നടപടി പൂർത്തിയാക്കുമെന്ന് ആവർത്തിച്ചു. ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ഒഴിപ്പിക്കാനായിട്ടുള്ളതാ, അതിന് ഇന്ന സ്ഥലമൊന്നുമില്ല. അതായത് സർക്കാർ അല്ല, കോടതി ഉത്തരവ് ഒരു വൈരാഗ്യമില്ല, ആരോടും വൈരാഗ്യമില്ല. സംഘർഷം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് പോലീസ് ഇടപെടൽ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമെത്തിയത്. 120-ലധികം വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്നാണ് 8 പട്ടികജാതി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നത്. ഇറക്കിവിട്ടാൽ പോകാൻ സ്ഥലമില്ലെന്നും സർക്കാർ പുനരധിവസിപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അച്ഛനപ്പൂപ്പന്മാർ മുതലുള്ള 8 കുടുംബങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷത്തിലേറെ. ഇവർ ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്, ഇവിടെ നിന്നിറങ്ങിയാൽ ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണം? കൂട്ടത്തിൽ പ്രായമായവരും കുട്ടികളും മുതിർന്നവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ. ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയണം, എവിടേക്ക് മാറണമെന്നുള്ളത്. കൊച്ചിയിൽ നിന്ന് മാൻമരിയ സണി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിലെ പ്രധാന ആസൂത്രക സിന്ധുവിനെ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിലാണ് സിന്ധുവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ പിടിയിലായ അലീനയെ ചോദ്യം ചെയ്തതുൾപ്പെടെ അതിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഈ സംഭവത്തിൽ ഈ സെക്സ് റാക്കറ്റ് കേസിൽ പ്രധാന ആസൂത്രക സിന്ധു ആണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്ക് ദുബായിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് പെൺകുട്ടികളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ മോഡലിംഗിൻ്റെയും ഫാഷൻ ഷോയുടെയും ഒക്കെ ഭാഗമായി ഇവർ എത്തിച്ചിരുന്നു. സിന്ധുവിൻ്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അലീന ഉൾപ്പെടെയുള്ള ആളുകൾ. അലീനയ്ക്കൊപ്പം മഞ്ജിമ, ഇവരെല്ലാം സിന്ധുവിൻ്റെ ഏജന്റുമാരായിട്ടാണ് ഈ പെൺകുട്ടികളെ
വിദേശത്തേക്ക് എത്തിച്ചിരുന്നത്. അവിടെ മോഡലിങ്ങിൻ്റെയും ഫാഷൻ ഷോയുടെയും ഒക്കെ പേരിലാണ് അവിടേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിരുന്നത്. പിന്നീട് ദുബായിൽ എത്തിച്ച ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് 57 ദിവസത്തെ വിസിറ്റിംഗ് വിസയിൽ യുവതികളെ വിദേശത്തേക്ക് അയക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇപ്പോൾ വിപിൻ സി വിജയനുണ്ട് കൊച്ചിയിൽ നിന്നും. വിപിൻ സി, ഇനി എന്തൊക്കെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ? യെസ്, ഈ മോഡലിംഗിന്റെ മറവിലുള്ള സെക്സ് റാക്കറ്റിലെ മുഖ്യ ആസൂത്രകയായിട്ടുള്ള സിന്ധുവിനെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മുംബൈയിൽ നിന്നാണ് പിടികൂടിയത്. പോലീസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അറസ്റ്റ് അവിടെ വെച്ച് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഒരു പക്ഷേ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു വമ്പൻ മാഫിയയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. 24 ഈ വാർത്ത പുറത്തുവിട്ടത് ഒരു വലിയ ഒരു ബിഗ് ബ്രേക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം ഇവിടെ നിന്നും മോഡലിംഗിന്റെ ആവശ്യത്തിനായി പെൺകുട്ടികളെ സമീപിക്കുകയും അങ്ങനെ തൽപരകക്ഷികളായിട്ടുള്ള മോഡലിംഗിന് വേണ്ടി ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ദുബായിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ അത് ഒരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കുകയുമായിരുന്നു. ഈ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കിയതിനു ശേഷം അവരുടെ ചിത്രങ്ങൾ അത് അറിയാതെ തന്നെ അത് പകർത്തുകയും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒറ്റപ്പെടുത്തി ആ നാട്ടിൽ തന്നെ നിർത്തുവാനുള്ള വലിയ ആസൂത്രണം. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നടത്തിയത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിലെ പ്രധാന കണ്ണിയായ സിന്ധുവിനെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് പൊതുജനം കഴുതിയുള്ള സാർ തുടരാം. നമ്മളിനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പത്തനംതിട്ട കലഞ്ഞൂർ പാടം SKV LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ടിൻ ഷീറ്റ് കൊണ്ടുള്ള മറച്ച മേൽക്കൂരയിലാണ്. 8 വർഷം മുമ്പ് ഓടുമേഞ്ഞിരുന്ന കെട്ടിടം ചോർച്ചയെ തുടർന്നാണ് ടിൻ ഷീറ്റ് ഇട്ടത്. സ്കൂൾ കെട്ടിടങ്ങളിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തിയായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം. അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ സ്കൂളിന് ഫിറ്റ്നസ് കിട്ടുമോ എന്നുള്ള ആശങ്കയുണ്ട്. അടച്ചുറപ്പുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നുള്ള ജനപ്രതിനിധികളുടെ വാഗ്ദാനവും വെള്ളത്തിൽ വരച്ച വര പോലെയായി. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാഠമൊന്ന്, അപകടം. ഭയങ്കര ചൂടായിരുന്നു. സീറ്റ് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ പുതിയ കെട്ടിടം വരണം, പിന്നെ സീറ്റൊക്കെ മാറണം, പിന്നെ ഇവിടെ കളിക്കാൻ പാർക്കൊക്കെ വേണം. പെട്ടെന്ന് ഇതൊക്കെ ശരിയാക്കി തരണം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും സ്മാർട്ടാണ്, ഹൈടെക് ആണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അവകാശവാദം. എന്നാൽ പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിന് കീഴിലെ പാടം SKV LP സ്കൂൾ ഹൈടെക്കുമല്ല, സ്മാർട്ടുമല്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഉറപ്പുള്ളൊരു കെട്ടിടമില്ല. അതിനുമപ്പുറത്തേക്ക് ഏറ്റവും ഗുരുതരമായ സാഹചര്യം ഈ സ്കൂളിന്റെ മേൽക്കൂരയാണ്. ടിൻഷീറ്റ് കൊണ്ടാണ് ഈ സ്കൂളിന്റെ മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. 2019 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. ചൂടുള്ള, തീപിടിക്കുന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ വർഷം ഇത്രയായിട്ടും പാടം SKV LP സ്കൂളിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. രണ്ടായിരത്തി 2019 ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പോലും പാലിക്കാതെയാണ് ഈ ടിൻ ഷീറ്റ് ഉപയോഗിച്ച് ഈ സ്കൂൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ കൊണ്ട് ഷീറ്റ് വെള്ളം വീഴുന്ന സൗണ്ട്, ചൂടായി കഴിഞ്ഞാൽ കൊണ്ട്, ഉണക്കായി കഴിഞ്ഞാൽ കൊണ്ട് വെയിലിൻ്റെ ചൂട് അതിനകത്തടിക്കുന്ന ഒരവസ്ഥ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പുതിയൊരു കെട്ടിടം നമുക്ക് ഈ പാടം സ്കൂളിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഈ 2024 ഇതിൻ്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ ഒരു നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷന് 1 മാസം, അതായത് നിയമസഭാ ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഉദ്ഘാടന മഹാമഹം ഇവിടെ നടത്തി MLA. എന്നിട്ട് ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് കുട്ടികളെ പുതിയ കെട്ടിടത്തിൽ ഇരുത്തി പഠിപ്പിക്കാം എന്നുള്ളൊരു വാഗ്ദാനവും കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് വരെ ഒരു ഉദ്ഘാടനം നടത്തിയതല്ലാതെ ഇതിനൊരു പണികൾ മുമ്പോട്ട് പോകാൻ ഒന്നും നടത്തിയിട്ടില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടി ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് പ്രാവർത്തികമായാൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ഒരു ഉദാഹരണമാണ് പാടം SKV സ്കൂളിൻ്റെ മേൽക്കൂര. നേരത്തെ ഓടിട്ട കെട്ടിടമായിരുന്നു. മഴ പെയ്ത് ചോർച്ചയായതോടെ ഓട് മാറ്റി ടിൻഷീറ്റാക്കി. ടിൻഷീറ്റ് ഇട്ടതോടുകൂടി കുട്ടികൾക്ക് ക്ലാസ്സിൽ മര്യാദയ്ക്കിരിക്കാനും പഠിക്കാനും കഴിയാത്ത സാഹചര്യമായി. മഴ പെയ്താൽ വലിയ ശബ്ദം, ചൂടാണെങ്കിൽ
അകത്തുപോലും കുട്ടികൾക്ക് മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ കഴിയില്ല. അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും ഈ ടിൻഷീറ്റിന് കീഴിലിരുന്ന് കുട്ടികൾ പഠിക്കേണ്ട ഗതികേടിലാണ്. എൻ്റെ പൊന്ന് സാറേ ഒന്ന് ശരിയാക്കിത്താ. ഞാനിപ്പോൾ 10ലാണ്. ഞാൻ പഠിച്ചിട്ട് 5 വർഷമായി. ഇതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ഒന്ന് നല്ലതായിരുന്നു. കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര ചൂടാണ്. ഈ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി പുരോഗമിച്ചിരുന്നത് നല്ലതായിരുന്നു. നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. വളരെ ശോചനീയമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയിപ്പം 30 ദിവസം തികച്ചില്ല കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിന്. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പുരോഗമനമായിട്ടില്ല. എവിടുത്തെ സ്കൂളിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പഠിത്തമൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല. ഒരു സംവിധാനം മോശമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയല്ല. പാടം SKV LP സ്കൂൾ നേരിടുന്ന പരിമിതികളും പ്രയാസങ്ങളും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത. അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി മുമ്പിലുള്ളത്. അതിനു മുമ്പെങ്കിലും ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ കാലതാമസമുണ്ടാവാതെ ഇടപെടാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയണം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.